ഞാനും കൊടുക്കും. ഫാത്തിമേനെ കിട്ടും. നാസറേ, ആരാ നാസറേ? എന്താടാ? നിങ്ങളുടെ മോൻ ഓനിവിടില്ലെന്ന്. അവനോട് ഇല്ല, പുറത്താ. ആ പന്നീനോട് പോയി പറഞ്ഞോളെ, ഓൻ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസർ ഓനെ കണ്ടുപിടിച്ച് പെട്ട് തുണ്ടാക്കുന്നു. ഓന് പല പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താ. ഓനെ എന്റെ പെണ്ണിന്റെ പുറകെ, ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്നിടത്തോണ്ട് പൂഴ്ത്തും. പെരുമാന് തങ്ങളൂടെ അറിയൂല. ബായ്, രക്ഷിക്കണം. കവലയിൽ വലിയ കലഹം ആരായിട്ട്? ബായ് സംരക്ഷണ സമിതിയും ബായ് ഓടിക്കാൻ സമിതിയും. എന്തിന്? കെട്ടും കെട്ടൂല, കെട്ടും കെട്ടൂല. എന്റെ പെരുമാനി തങ്ങളെ. മര്യാദക്ക് പോയിരുന്ന നാടായിരുന്നു. അന്ധവിശ്വാസം പറഞ്ഞപ്പോ ഏതാണ്ട് ഇൻപോലെയായി. എല്ലാം എന്റെ ആർത്തി കാരണം. അപ്പൊ നീയാ പട്ടി. എന്റെ പൊന്നുമോളെ, ഇഷ്ടമില്ലാത്തനെ കെട്ടല്ലേ. ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പാ. കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തൂങ്ങിയതാ. നീ സങ്കടപ്പെടണ്ട. പെരുമാനി തങ്ങൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതിനിങ്ങനെ ഒരു ഭ്രാന്ത് കാണിക്കണോ? ലോകത്ത് അനേകം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. പാത്തു, നീ ഒന്ന് ഓർക്കണം, നമ്മൾ ഈ മാംസവും ചുവന്നുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം? അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വാനോളം വരില്ലേ? മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും. ഓ, എന്തെങ്കിലും ചെയ്. ഞാൻ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാം. നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു. അതിലെ സ്നേഹം തുടിക്കൂ. വാ വാ വാ. മുജീബിനൊന്ന് വിളിച്ചിട്ട് വരും. ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. അബയെ പിടിച്ച് അരഞ്ഞാണത്തി കെട്ടിക്കോ. സ്റ്റേജിൽ കയറി ഒച്ചയില് അബിയാണ് അരഞ്ഞാൻ അടിച്ചോണ്ട് പറ. തങ്ങളെ മൊത്തം കലാവൂലേ? ആവട്ടെ, അബി കുടുങ്ങൂ. കുടുങ്ങട്ടെ. അപ്പൊ മുജിക്കായ അവന് മനസ്സിലാവും. എന്താ വിളിക്കണത്? അത് കേറിക്ക്. മാംസം 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 എന്തിനാക്കാ? എടോ മണ്ടച്ചാരെ, നീ ഏൽപ്പിച്ച മാംസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞാൻ ഏൽപ്പിച്ച മാംസോ? ആ, അതല്ല ചെമ്പല് വന്തി കിടക്കണേ. നാളെ ഉച്ചയ്ക്ക് 12:30 തീവണ്ടിക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭായി പോയാ എങ്ങനെ ജീവിക്കും? കുറെ ഇടി കൊണ്ടത് മിച്ചം. ഇങ്ങേരെന്തിനാ നേരം തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കലഹോ? എന്തിന്? അറിയൂല, ഇറച്ചി പ്രശ്ന. ഇറച്ചി പ്രശ്നോ? കല്യാണം മുടങ്ങുമോ? അതൊന്നും അറിയൂല. ഒരു അടിക്കുള്ള വക കാണുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭായിക്ക് എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട്. എന്നാ ഇടയിൽ കയറി കുത്തി മറിഞ്ഞ് കലമ്പാ. നമ്മുടെ ഭായിയുടെ കഴിവെന്തെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ ഭായി ആര് നോക്കൂന്ന്? ഭായി കാത്തോളൂ. വേണോ? വേണോടാ, നീ അങ്ങോട്ട് വരണ്ട.
നാസർക്ക അപ്പുറത്തെ പറമ്പിക്കൊന്നു വരണം എനിക്കിടിക്കാനാ ഒറ്റക്ക ഒറ്റക്കൊറ്റക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലടിയാ ഇതല്ലേ ഇക്ക പറ ഇതൊരു വല്ലാത്ത ഹലാക്കിൽ അവലും കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല പറഞ്ഞില്ല. അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്കുറപ്പ് മുക്രിക്ക് മറന്നതാ. ഇതിൽ ഭായിമാർ ഇടപെടണ്ട. നിങ്ങളല്ലേ കല്യാണം കൂടുതലാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇസ്മായിൽ ഖാൻ ആൾക്കാരാ. ഏടാ വേണോ ഭായിയുടെ ചെവിട്ടി പോയി പറഞ്ഞാ മതി. എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തിമാനെ നാസർ കെട്ടും. അത് കട്ടായം. നിനക്ക് ആ പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുമോ? ഇത് വെച്ച് 10,000-ഓളം കാക്കൊന്ന് എനിക്കാ ഈ കുഞ്ഞു പല്ലി. ദേ കണ്ടോ? ശരിക്കും കാക്കയ്ക്ക് വല്ലതും കൊണ്ടിട്ടുണ്ടാ? സത്യം പറയട്ടെ, എനിക്കിനി പിടിച്ചെടുക്കാൻ പറ്റില്ല. അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നുവെന്നൊരു സംശയം. തങ്ങളെ ഒരു വക ഞാനത് നമ്പർ മേടിക്കാൻ പോയതാടോ. അപ്പോഴാണ് ബായിയെ പോലെ ഒരാൾ നടന്നു പോകുന്നു. ഞാൻ പുറകെ പോയി. ബായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ. ഇത് പറഞ്ഞാലൊരു ഭായും കോയും. എന്താണ് സുബൈറെ? അവര് പാട്ട് പാടാൻ പറ്റില്ലെന്നാ പറയുള്ളൂ. മുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു തരുമോ? എന്റെ പൊന്നു സുബേറെ, ചരടില്ലാത്ത കളസിട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. നീ ചെല്ല്, പിന്നെ പാടാ. എന്താ ചെയ്യണ്ടേ? ഇതെന്ത് ചെയ്യാനാ? ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്ത്. പോത്തിറച്ചിയാണെങ്കിൽ സത്യം പറയായിരുന്നു. ആട്ടിറച്ചിനെ കൊണ്ട് താങ്ങൂലടോ. പടച്ചോണ്ട് പൊറക്കേക്കില്ലേ? ഈ ഹമുക്കാണെന്നാല് അതുകൊണ്ടല്ലടാ. പാത്തിയെ കെട്ടിയാ പിന്നെ അവനെ തല്ലണ ശരിയല്ല. ഇപ്പൊ കൊടുത്താ പ്രശ്നം തീ. എടാ നീ വയ്യാതെ എന്നിട്ട് ഓടിക്കോട്ടാ. നാണക്കെടൊന്നും വിചാരിക്കണ്ട, ഞാനല്ലേ ഉള്ളൂ. കബീറെ, നിന്നെ ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പൊ മുജി പറയണേ. ആ കള്ള പോർക്ക് ഇവിടെ വന്ന് ഏൽപ്പിച്ചെടുപ്പല്ലാന്നോ? അവന്റെ കൊടലേ അടുക്കും. പിന്നെ കബീറെ, എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ പട്ടിയിറച്ചി ഉണ്ടെന്ന് മുജി പറഞ്ഞപ്പോഴാ. പട്ടി അവന്റെ ചെരുപ്പ് വന്നോളെ. ഇവിടെ ആവശ്യമുള്ളോ? നാസർക്ക മോനോട് മാറുന്നോളാൻ പറയും. ടിൻഡോ മാറുന്നോളൂ. പ്രശ്നം നമ്മൾ തമ്മിലല്ലേ? ആയിക്കോട്ടെ, നമുക്ക് നോക്കല്ലേ. വെറുതെ സമയം കളണ്. നസറ തൊപ്പി. വാടാ. ഞാനല്ലടാ, അന്റെ വാപ്പടാണ് മോൻ. നീ കടിക്കില്ലടാ.
അത് നിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ. അതൊക്കെ അവിടെ ഇട്രാ. എന്നിട്ട് നീ കൊണ്ടുവാ. എന്തിന് ഞാൻ നിർത്തണ്ടാ, കൊടുക്ക് ശരിക്കും. നീ എന്റെ നിന്റെ സംശയഭ്രാന്തൊന്നും ഞാൻ മാറ്റിത്തരാം. ആരാ പറഞ്ഞത് പട്ടിയാണെന്ന്? പാത്തുതാ, ആരാ പറഞ്ഞ ആട് പട്ടിയാണെന്ന്? അഡ്വാൻസ് എടുത്ത് കൈ കയറി പിടിച്ചൊരു വേദാന്തം പറച്ചില് അപ്പോഴും ഞാൻ ഓർത്തതാ. എന്റെ ഇറച്ചി പട്ടിയുടെയാണെന്ന് ഈ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇറച്ചി വേണ്ട അത്ര പറഞ്ഞോളൂ. പിന്നെ നീ എന്ത് തേങ്ങയാണ് ഇറച്ചി ഏൽപ്പിച്ചത്? ഏൽപ്പിച്ചു, പിന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന്. നിനക്ക് തോന്നുന്നു മാറ്റി പറയാനേ, അതിന് തൊണ്ടാണെന്ന് കടയല്ല. എന്താ ഇവിടെ ഒരു ബഹളം? നാളെ എന്റെ കല്യാണം ഒന്ന് കേട്ടെ. ഇതിനുള്ളതൊക്കെ ഓളോട് നമ്മൾ എണ്ണി എണ്ണി ചോദിക്കും. ഇന്റെ പേരും പറഞ്ഞ് ഓളെങ്കാനും ഈ തൊട്ടാ എന്താ നിങ്ങൾ തമ്മിൽ പ്രേമ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുമോ? ആനെന്ത് മര ഇവളെടോ. നീ കണ്ടോടാ ഓളെ ഞാൻ എങ്ങനെ വളർത്തും. പുറത്ത് ഒരു ഞെരിങ്ങലൂടി കേൾക്കാണ്ട് ഓളെ ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ? തൊട്ടാനെ കൊല്ലും പന്നി. ഇവൻ പ്രശ്ന പാത്തി എങ്ങനെ രക്ഷിക്കണം? എങ്ങനെ? നോക്കട്ടെ, എന്തെങ്കിലും കടുങ്ക ചെയ്യേണ്ടി വരും.